വലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, മുകളിൽ കൊടുത്ത ഹദീസ് ഞാൻ ഇതിൽ അയക്കാനുള്ള കാരണം, പലരും മാസം കാണുമ്പോൾ വളരെ വലുപ്പത്തിലാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമൊക്കെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചില ആളുകൾ മൂന്നാമത്തെ ദിവസത്തിൻ്റെയൊക്കെ വലിപ്പമുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. ചിലരെന്തായി ഫോൺ വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യത്തിൽ നമുക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുകയും ചെയ്യുക, നല്ല വലിപ്പമുണ്ടല്ലോ എന്നൊക്കെ. ഈ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചൊരു ഹദീസാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ എന്താവണം? വർദ്ധിക്കണം. പടച്ചോനെ, എൻ്റെ ഹബീബ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണല്ലോ പുലർന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിനൊക്കെ അനുഭവസ്ഥനാവുകയാണല്ലോ എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം. റസൂലുള്ള പറയുകയാണ്, മിൻ അഷ്റാത്തു സാഅ, ഖിയാമത്ത് നാടിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുക എന്നുള്ളത്. പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ നമ്മൾ പള്ളിയിൽ മയ്യത്ത് നിസ്കരിച്ചതിൽ ഭൂരിപക്ഷം മയ്യത്തുകളും പെട്ടെന്നുള്ള മരണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. ഈ രീതിയിലുള്ള മരണങ്ങൾ ധാരാളം അധികരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരടയാളം റസൂൽ അതിനോട് ചേർത്തി പറഞ്ഞത്, വയുറൽ ഹിലാലു ബിനു ലൈലത്തിൻ കഅന്നഹു ബിനു ലൈലത്തൈൻ, ഒന്നാമത്തെ ദിവസത്തിൽ കാണുന്ന മാസം അത് രണ്ടാമത്തെ ദിവസത്തിന്റെ വലുപ്പത്തിലായി കാണുക. അപ്പോൾ വലുപ്പം കൂടിയ രീതിയിലായി കാണുക എന്നുള്ളതും ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസ് കാണാം, മിൻ ഇഖ്തിറാബി സാഅ ഇൻതിഫാഉൽ ലഹില്ല യറാഹു റജുലു ലിലൈലത്തിൻ യഹ്സിബുഹു ലിലൈലത്തൈൻ, ഒന്നാമത്തെ ദിവസം കാണുന്ന മാസം ഒരു മനുഷ്യൻ അവനെന്താവും, ആ മാസം ഇങ്ങനെ നോക്കിയിട്ട് അവൻ ഭാവിച്ചു പോകും, അതിൽ ലൈലത്തൈൻ രണ്ടാമത്തെ ദിവസത്തിന്റെ മാസമാണ് എന്നെന്താവും, ഭാവിച്ചു പോകും. ഈ രീതിയിലുള്ള അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലപ്പോഴും പലരും എന്താവാറുണ്ട്, പണ്ഡിതന്മാർക്ക് എന്തായിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഒക്കെ വലിപ്പമുണ്ട്, ഈ രീതിയിൽ പോലും എന്താവാറുണ്ട്, ചിലരൊക്കെ സംസാരിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എന്താവണം, ദുആയിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്താവണം, ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്ത് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.